പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പ്രഭാത മനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് സമ്പന്നതയുടെ സാധ്യതയും അതിൻ്റെ തന്നെ അസാധ്യതയും. കാരണം സമ്പത്ത് എന്നതൊരു സൗഭാഗ്യമാണ്. ഏതൊരാളും എവിടെ സമ്പന്നനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ കഠിനമായ പ്രവർത്തനത്തിലൂടെ നമുക്കറിയില്ല, അതൊരു മഹാഭാഗ്യമാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡം നമുക്കറിയാം, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ധാരാളം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും സമ്പത്തുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മളുടെ മോർ മണി മോർ ഓപ്ഷൻസ്, നോ മണി നോ ഓപ്ഷൻസ്. അപ്പോൾ ഇതാണ് സമ്പത്ത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? അതിനെ കിട്ടുന്നതെല്ലാം അടക്കി വെച്ചുകൊണ്ടല്ല, അതിന് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലവഴിച്ചുകൊണ്ട്, ന്യായമായ കാര്യങ്ങൾക്ക് ചിലവഴിച്ചുകൊണ്ട് അതിനെ നമുക്ക് അതൊരു ഫ്ലോയിങ് ആണ്. കറൻസി, മഹാനായ ഓഷോയൊക്കെ പറയുന്നത് കറണ്ട് പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. അത് കുന്നുകൂട്ടാനുള്ളതല്ല, ധാരാളം കരങ്ങളിലൂടെ അത് കടന്നു പോകണം. അതാണ് സമ്പത്തിൻ്റെ ശാസ്ത്രം. അപ്പോൾ ചിലവഴിക്കുന്നതിന് നമ്മൾ ലുബ്ധനായാൽ നമുക്ക് ആ വരവ് നിന്നു പോകും. കിട്ടുന്നതിൽ നമ്മൾ ന്യായമായ കാര്യങ്ങൾക്ക് നമ്മൾ ചിലവഴിക്കുമ്പോൾ അതിൻ്റെ സോഴ്സ് ഇങ്ങനെ ഒരു ഉറവ് പോലെ ഏതെല്ലോ വഴിയിലൂടെ നമ്മളിലേക്ക് വന്നു ചേരും. അതൊരു ഫൈനാൻഷ്യൽ ലോ ആണ്. നമ്മൾ പ്രവർത്തിക്കണം. മടിച്ചിരുന്നതൊന്നും നടക്കും തോന്നുന്നില്ല. അങ്ങനെ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് മേലെ ആകാശത്തു നിന്നൊന്നും ഒരു കറൻസിയും വരില്ല. നമ്മൾ ചെറിയൊരു പ്രവർത്തനം നമ്മളെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ നമുക്ക് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാം. അതിനെ ന്യായമായ രീതിയിൽ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തി അതിന് അല്പം സ്വല്പം നമ്മൾ സ്വരൂപിക്കാനൊക്കെ നോക്കി ജീവിച്ചുകൊണ്ട് നമ്മളതിനെ സ്നേഹിക്കുന്നു, അതിനെ അർഹതയുള്ളവർക്ക് നൽകുന്നു, ഷെയറിങ്. അപ്പോൾ അതിങ്ങനെ ഫ്ലോയിങ് ആണ്. അപ്പോൾ കുന്നുകൂടലുമില്ല, താഴെ കുഴിയുമില്ല, കുന്നുമില്ല, ഒരു ഈക്വലായിട്ട് എല്ലാവർക്കും കടന്നു പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് സമ്പത്തിൻ്റെ ശാസ്ത്രം. സമ്പത്തുള്ളവർ, അത് അർഹിക്കുന്നവർക്ക് നൽകുന്നത് ഒരു വലിയൊരു ദാനമാണ്, വലിയൊരു അനുഗ്രഹമാണ്. അവരുടെ കഷ്ടപ്പാടുകൾക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം വീടില്ലാത്തവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നു, വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാത്തവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, കല്യാണം കഴിക്കാൻ പറ്റാത്തവർക്ക് അതിനുള്ളൊരു വഴി കൊടുക്കും. ഇതൊക്കെ സമ്പത്തിൻ്റെ കാര്യം തന്നെ. അപ്പോൾ സമ്പന്നത എപ്പോഴും എവിടെയും നല്ലത് തന്നെയാണ്. പക്ഷെ അത് നല്ല രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അതിലൂടെയും നമുക്ക് ദൈവത്തിൽ എത്തിച്ചേരാം. അതുകൊണ്ട് സമ്പത്തിനെ നിങ്ങൾ സ്നേഹിക്കണം. അതിനെ അനാവശ്യമായി, അധാർമികമായി, അത്യാഡംബരത്തിലേക്ക് നശിപ്പിക്കരുത്. മറ്റുള്ളവർക്ക് കൂടി അത് വേണ്ടതാണെന്നുള്ള ബോധത്തിൽ നമുക്ക് കഴിയും പോലെ പങ്കുവച്ചിട്ടുള്ള ഒരു ശീലം, ആ ഒരു ശീലം നമ്മെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും കൂടുതൽ സമ്പന്നത്തിലേക്ക് നമ്മൾ ചേക്കേറപ്പെടുകയും ചെയ്യും. അത് ഈ നാച്ചുറൽ ലോ ആണ്. അതുകൊണ്ട് അതിനെ സ്നേഹപൂർവ്വം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നൽകണം. ഇത് അവർക്ക് കിട്ടുന്നവർക്കും ഒരു പ്രചോദനമായി അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ധനത്തെ വിനിമയം ചെയ്യണം. അപ്പോൾ അത് തിരിച്ച് 10 മടങ്ങായി നമ്മളിലേക്ക് തന്നെ വരും. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.